ചെക്കനെ തല്ലു വാങ്ങിക്കണ്ട. ആ കോപ്പന ആപ്പായിട്ട് കുപ്പി മേടിക്കാൻ പോയി എന്തായോ? നിനക്ക് പോകാൻ പറ്റുമായിരുന്നോ? എനിക്ക് പറ്റില്ലടാ. എനിക്ക് പിന്നെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലോ, പറഞ്ഞേക്കാം. ഉണ്ടായിരിക്കടാ, അവനെ കണ്ടാരും വിടത്തൂല്ല. ഇദ്ദേഹത്തെ ഒരുമാതിരി ചൊറിഞ്ഞ് വർത്താനം പറയരുത്. കൂട്ടത്തിലുള്ള അങ്ങനെയാന്ന് കരുതി അവനെ കളിയാക്കണം. എന്തോ നാടേ തമാശ പറഞ്ഞല്ലോ. തമാശ പോട്ടു തുടങ്ങിയവന് ഈടെടാ ഒരു ഫോൺ വിളിക്കണ പറയാൻ തുടങ്ങിക്കോളൂ എല്ലാരും. അഞ്ചു രമ്യ എന്തിട്ടത്? എടാ എന്റെ ആദ്യത്തെ പോലെ അല്ല. ഇവളെ ഞാൻ ഇവളെ കെട്ടിയിരിക്കും കേട്ടോ. കേട്ട് എന്തുവാടാ ഇത്? ചെയ്തോട്ടാ ഒരു ഫോൺ. എത്ര ഫോണ്? സുഹൃത്തിന്റെ കലാബോധത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. രാത്രി ശുഭരാത്രി. പോയി ഏതാണ് ഈ സാധനം? ഓൾഡ് പോർട്ടാ. എന്താ കഴിക്കത്തില്ലേ? 2 മാസം മദ്യം കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കണേ. ജാട കാണിക്കാതെ ഞാൻ അവിടെ ചെന്നപ്പോഴേ അങ്ങോട്ട് മൊബൈൽ നീട്ടി ചാർജ് പോയി. പെട്ടെന്ന് അടുത്തൊരു വീട്ടിൽ ചെന്ന് ഞാൻ ചാർജ് കുത്തിയ സാധനം മേടിച്ചത്. ഓ പൊള്ളനം എടുത്തു കേട്ടാ. എടാ ഫാസില്, കല്യാണം കഴിഞ്ഞേ നിന്റെ പെണ്ണുമ്പൾക്ക് നിന്റെ ശരീരത്തിൽ എവിടെങ്കിലും വേണം. സാമൂഹികരം പാലിച്ചുള്ള ചേഴ്സ്. ഓക്കെ, അയ്യോ കച്ചിൻസ്. എടാ നിഷേ, നിന്റെ ചേട്ടൻ ഡൈവേഴ്സ് എന്താ? അതൊന്നും പറയാതിരിക്കടാ. എനിക്ക് പറയണ്ട, ബാ പോകാം. അതല്ലടാ, വക്കീൽ നോട്ടീസ് അയച്ചാൽ ചേട്ടത്തേക്ക്. ചേട്ടത്തി ഏതാ മുതല്? ഒപ്പിട്ട് കൊടുക്കുവോ? ചേട്ടൻ വിട്ടു കൊടുക്കുവോ? ചേട്ടൻ വിട്ട് പാലക്കാട്ടേക്ക്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചേട്ടൻ അവിടെ ചെന്ന് കയറിയതും ലോക്ക്ഡൌൺ ആവും. 2 മാസമായില്ലേ? ആ, ചേട്ടൻ വിളിച്ചായിരുന്നു. ചേട്ടത്തി ഇപ്പൊ 2 മാസമായി. അളിയാ, നിന്റെ ചേട്ടൻ ലോക്ക്ഡൌൺ ലംഘിച്ചൂലേ? ആ കാര്യത്തിലെ ചേട്ടൻ ഇതുണ്ടല്ലേ. പക്ഷെ ഒരു ഒറ്റ കാര്യം ചേട്ടൻ പാലിച്ചില്ല, സാമൂഹിക അകലം. അളിയാ, നമുക്ക് കൊറോണ വരുവാടാ? ഏയ്, നമുക്ക് കൊറോണ ഒന്നും വരത്തില്ലടാ. നമുക്ക് വരും, ഇവന് വരികയില്ല. ഇവന് ഏറ്റവും വലിയ കൊറോണയല്ലേ. അളിയാ, കൊറോണ വന്നിട്ട് ഗുണുണ്ട്. പണിക്ക് പോണ്ട, ബീച്ചിരുന്ന് തിന്ന ഉറങ്ങാം. എന്നും പണിക്ക് പോണ പോലെ പറയുന്നത്. അയ്യോ, വീട്ടിൽ നമുക്ക് ഫ്രീ ആക്കിയിട്ട് അരിയില്ലേ, അത് തീർന്ന് അമ്മ പറയുന്ന കേട്ടു. പിന്നെ ഈ കൊറോണ രോഗം നമ്മുടെ അടുത്ത് ചുമക്കുമ്പോൾ നമ്മൾ മാറണം, ഇല്ല പകരുമെന്നാ പറയുന്നത്. എന്തോ ആരത്? ഒരു തുള്ളിയില്ല, ഇനി ഇത്ര ഞങ്ങൾക്ക് തയ്യത്തില്ല. പോയി കൊടുക്കട, പാവല്ലടാ. ഒരു പ്രായമുള്ള മനുഷ്യനല്ലടാ, കൊടുക്കടാ. മദ്യമല്ല, വേറെ ഒന്നുമല്ലല്ലോ. അനീഷേ, കൊടുക്കണ്ടാ. അനീഷ് പറഞ്ഞു ഞാൻ കൊടുക്കും. എടാ വല്ലതും പറ്റിയ കോസം കേട്ടാ. എന്ത് പറ്റ കൊടുക്കടേ. എടാ ഇതെന്നാ മോട്ടറാണോടാ? എന്നാ വലിയടാ, നല്ല കിണറാ. എടാ ശ്രുതി മീറ്റടാ.
കൊടുക്ക്, വേറൊന്നും അല്ലല്ലോ, കൊടുക്ക്. അനീഷെ വല്ലതും സംഭവിച്ച എന്ത് പ്രശ്നം ഉണ്ടാകാനാ അനീഷ്? വെറുതെ കൊടുക്ക് കുഞ്ചു. ഇത് ശ്രുതിലയമാണ്, അതൊക്കെ മീട്ടണം കേട്ടോ. ഇതെന്നെ തീവണ്ടിയാണോടാ? പറഞ്ഞു കൊടുക്കട്ടെ അനീഷേ? വേണ്ട അനീഷേ, എന്റെ കുഞ്ചു നീ കൊടുക്ക്. വേണ്ടാത്ത പണിക്ക് വെക്കണ്ട, ഇപ്പൊ തന്നെ കാര്യം പറഞ്ഞേക്കാം. കൊടുക്ക്, വേറെ പണി തീവണ്ടിയാടാ? അതെ, ഒരെണ്ണം കൂടെ കൊടുക്കാല്ലേടാ? പാപ്പ പാപ്പ ഇന്ന പാപ്പ. എടാ അനീഷേ, എടാ അനീഷേ, നീ ഇതെന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? നഴ്സിംഗിൽ ഞാൻ കുറെ നടന്നിട്ടുള്ള എനിക്കറിയാം ഇതൊക്കെ. ഒന്നും മിണ്ടായി. കുമാരട്ടൻ വരുന്നത്. നേരെ എടുത്ത് മാസ്ക് എടുത്ത് വെച്ചോളൂ. പാപ്പം കുടിച്ച് പരിവായിട്ടോ. അത് നമ്മളങ്ങനെ പറഞ്ഞപ്പോ പാപ്പു പാപ്പു നമ്മുടെ പാപ്പനല്ല. നമ്മൾ എന്തിടാ ഇനി? അയാടെ പാണ്ടക്കെട്ടല്ലേ ഇത്? തുറക്കൂ. മുഖ്യമന്ത്രിക്കുള്ള കത്താ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എടാ വിജയ, നീ എന്റെ സുഹൃത്തല്ലേ? നിന്നെ അങ്ങനെ വിളിക്കാൻ എനിക്കറിയില്ല. ഇയാൾക്ക് നല്ല പിടിപാടുള്ള മനുഷ്യനാ. എടാ ഇത് വിഷയമാവും. അയാൾ നല്ല പിടിപാടുള്ള ആളാ. 2 ദിവസം ആളെ കണ്ടില്ലെങ്കിൽ ഉറപ്പ് അന്വേഷണം വരും. നമ്മൾ അകത്താവും. എന്താണ് ചെയ്യാ? എന്തായിരുന്നു ആലോചിക്ക എന്തെങ്കിലും. നമുക്കിനെ കത്തിച്ചാലോ? ഇവിടെ ഒന്നും വർക്കൗട്ട് ആകത്തില്ല. ഡൽഹിയൊക്കെ ഇത് പിടിക്കപ്പെട്ടതാ. വേണ്ട, നമുക്കിനി വെള്ളത്തിൽ കെട്ടിത്താത്താം. പറയാതെ അയ്യോ, നമുക്ക് വെട്ടി നുറുക്കി കവറിലിട്ടാ. നീ നുറുക്കുവോ? നീ വെട്ടുവോടാ? മീൻ പോലും നമ്മളിപ്പോ 6 പേരുണ്ട്. 6 പേര്. വേറൊരു മനുഷ്യനെ ഇത് അറിഞ്ഞിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഓക്കെ അനീഷേട്ടാ, ഒന്ന് ആലോചിക്കും. അനീഷ്, ഞാൻ എൻ്റെ ഐഡിയ പറയട്ടോ. 2 ദിവസം കഴിയുമ്പോൾ ചീമ നാറുമല്ലോ, കുറച്ച് ഐസ് വാരി വായിട്ടില്ലടാ. അതിനെ പിടിച്ച് മാറ്റുന്നുണ്ടോ? അനീഷേട്ടാ ഈ ലെറ്ററെ കണ്ടിട്ടുണ്ടല്ലോ, പുള്ളി ചില്ലറക്കാരൊന്നുമല്ല. ഇത് പാണ്ടക്കാട്ട് വെച്ച് ഞാൻ ഐഡിയ പറയാം. ആ മരവിടെ കൂടെ തട്ടിയാലോ? അവിടെ പുലി ഉണ്ടോ? പുലി ഉണ്ടാവണം. ആരെങ്കിലും കേട്ടാ പുലി പിടിച്ചാൽ കഴിയത്തില്ലേ? അതിനവിടെ പുലിയുണ്ടോ? ഉണ്ടെന്ന്. അയ്യോ, അവിടെ പുലിയുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? എടാ, നമ്മള് പോലീസിട്ട് ഓടിച്ചില്ലേ കൊറോണ വന്ന ദിവസം? അന്ന് ഞാൻ കാട്ടിലാ വന്നത്. ഞാൻ വന്നപ്പോ എന്റെ പുറയിൽ ഒരു വിളി ചുച്ചു. എന്തുവാ? ഞാനൊക്കെ ചാടി കുളത്തിലേക്ക് വീണു. കുളത്തിൽ ചെന്ന് കുറെ വരാലും ചെമ്പലും വരി പുലിക്കിട്ട് കൊടുത്തു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. പിടിച്ചു ഒന്ന് നോക്കട്ടെ. ഈ സൗണ്ട് എടുക്ക്, ഞാൻ പൊട്ടം നോക്കിട്ട് വരാം. ഞാനൊരു കാര്യം പറയട്ടെ. കുപ്പിക്കിടുന്ന എനിക്കെന്നടാ ഇങ്ങനല്ല. തോളെ കിടത്തി മാസ്ക് നടത്തിക്കൊണ്ട് പോലെ സംശയം തോന്നില്ല എല്ലാവർക്കും. മാസ്ക് വെക്ക്. എണീറ്റ് മാറി മാസ്ക് എടുത്തില്ല. ഞാൻ മാസ്കിലെ താടിക്കിരിക്കുന്നേ. ഇങ്ങോട്ട് കാണി.
അയ്യോ അനീഷേ ആനപ്പിണ്ടം. ഓ എടുത്തോണ്ട് അങ്ങോട്ട് തിരികട കൊത്തങ്ങാടാ പാപ്പ പാപ്പ. വേദനിപ്പിക്കല്ലേടാ. പാപ്പ അവിടെ പിടിക്കല്ലേ. ഒരു സെക്കൻഡ് പാപ്പ